Hi guys, welcome back to Anuzz Lifestyle. ഇപ്പോൾ ചൂടൊക്കെ കാരണം എല്ലാവരും ഉഷ്ണിച്ച് വേർത്ത് കുളിച്ചിരിക്കുകയല്ലേ. അപ്പം നല്ല തണുത്ത ഫ്രൂട്ട് സലാഡ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പൈനാപ്പിൾ, പപ്പായ, ഓറഞ്ച് ഒഴികെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഈ സലാഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ആപ്പിള്, മുന്തിരി, വാട്ടർമെലൺ, പഴം ഇതെല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. 1 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ കസ്റ്റാർഡ് പൗഡറിന് പകരം കോൺഫ്ലോർ ചേർത്താണ് ഇവിടെ മിക്സ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 സ്പൂൺ കോൺഫ്ലോർ, അതിലേക്ക് ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് പാല്, അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ കോൺഫ്ലോർ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് അടുക്കി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാലൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമ്മൾ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തന്നെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം തിളച്ചൊന്ന് വരുമ്പോഴേക്ക് തീ ഓഫാക്കി തണുക്കാനായിട്ട് വെക്കുക. ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മിക്സിക്കകത്തിട്ട് 3/4 സ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് 2 or 3 hours ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. 2 or 3 hours നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.